കെ.പി. യോഹന്നാനെ ഇങ്ങനെ ശോഭകേട് ചെയ്യാതെ ദയവായിക്കൊണ്ട് കുഴിച്ചിടുക. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട കെ.പി. യോഹന്നാന്റെ മൃതശരീരം 10 ദിവസം കഴിഞ്ഞിട്ടും കൊണ്ട് കുഴിച്ചിടാതെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന മനുഷ്യജന്മങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഇത്രയും ശോഭകേട് കാണിക്കുവാൻ ഈ പാവം മനുഷ്യൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്. കെ.പി. യോഹന്നാനെ വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കാര്യത്തിൽ ആർക്കും സംശയവുമില്ല, പരാതിയുമില്ല. പക്ഷേ ശവം കാണാൻ വരുമ്പോൾ പൂ വേണ്ട, കനത്തിൽ കവർ മതി എന്ന് പറഞ്ഞ് ശവശരീരം പെട്ടിയിലാക്കി ഓരോ സ്ഥലങ്ങളിലും കൊണ്ടു നടക്കുകയാണ്. വാഹനാപകടത്തിൽ തകർന്ന കെ.പി. യോഹന്നാനെ പെട്ടിയിലാക്കി ചുമന്നുകൊണ്ട് നടന്ന് അപമാനിക്കുകയാണ് ഇവറ്റകൾ. അമേരിക്കയിൽ ആളുകൾ മരിക്കുമ്പോൾ കവറിൽ $ഇട്ട് പേരെഴുതി ശവപ്പെട്ടിയുടെ അടുത്ത് വെച്ചിരിക്കുന്ന പെട്ടിയിൽ ഇട്ടാണത്രേ അവർ അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഈ മനോഹരമായ ആചാരത്തെ പരമാവധി മുതലെടുക്കാനാണത്രേ ശവശരീരം എടുത്തുകൊണ്ട് പൊതുദർശനം എന്ന് പറഞ്ഞ് ഇവറ്റകൾ നടക്കുന്നത്. അമേരിക്കയിലെ എല്ലാ പ്രദർശനവും കഴിഞ്ഞ് കെ.പി. യോഹന്നാന്റെ മൃതശരീരം വരുന്ന ഞായറാഴ്ച 19-ാം തീയതി കേരളത്തിൽ എത്തിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തിക്കുക. തുടർന്ന് കെ.പി. യോഹന്നാന്റെ സഭയിലെ ആളുകൾ വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് മാർഗം റോഡ് ഷോ ആയി തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. ആലപ്പുഴ വഴിയാവും ആ യാത്ര. ഞായറാഴ്ച വൈകിട്ട് 7:30 മൃതദേഹം സഭ ആസ്ഥാനത്തെത്തും. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെൻ്ററിൽ പൊതുദർശനത്തിന് വെക്കും. ചൊവ്വാഴ്ച രാവിലെ സഖാവ് പിണറായി വിജയൻ കെ.പി. യോഹന്നാനെ ഒരു നോക്ക് കാണാനെത്തും. തുടർന്ന് കെ.പി. യോഹന്നാനെ തിരുവല്ല സഭ ആസ്ഥാനത്തൊരുക്കുന്ന കല്ലറയിൽ സംസ്കരിക്കും. ഒരു വ്യാപാരിയോ വ്യവസായിയോ ആകാതെ വെറും ഒരു വേദപുസ്തകം കയ്യിലെടുത്ത് അമേരിക്കയിലെയും കാനഡയിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും $മില്യൺസ് ഇന്ത്യയിലേക്ക് എത്തിച്ച ആ പ്രതിഭയുടെ മരണത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി ലോകത്തിൽ നിന്ന് അവശേഷിക്കുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യന്മാരായ സഖാവ് ഗോവിന്ദൻ മാസ്റ്ററും സഖാവ് പിണറായി വിജയനും കത്തുകൾ അയച്ചു. പരേതനോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആദരസൂചകമായി പോലീസുകാർ ആകാശത്തേക്ക് .22 റൈഫിൾ വെച്ച് വെടിവെക്കും. ഒട്ടുപാല് പെറുക്കുവാൻ പോകുന്നവർ ജാഗ്രതയും. കെ.പി. യോഹന്നാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പൊന്നൂസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മിണ്ടുന്നില്ല. സഖാവ് പന്തപ്പള്ളി വേണ്ട പോലെ കണ്ടതുകൊണ്ടാണോ അതോ ആരെങ്കിലും കാറ് സ്റ്റാർട്ടാക്കി പേടിപ്പിച്ചതാണോ എന്നറിയാൻ മേല. കെ.പി. പൊന്നൂസിന് ഇപ്പോൾ യാതൊരു സംശയവുമില്ല, കേസും കൊടുക്കേണ്ട. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.